കഴിഞ്ഞ UDF ഭരണസമിതിയുടെ കാലത്ത് ശിലയിട്ട ചിറ്റാറ്റുകര പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിന് വീണ്ടും ശിലാസ്ഥാപനം നടത്തിയതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം ശിലാസ്ഥാപന ചടങ്ങ് ബഹിഷ്കരിച്ചു. വാർത്താസമ്മേളനത്തിൽ ശിലാസ്ഥാപനത്തിനെതിരെ UDF നേതാക്കൾ നടത്തിയ ആരോപണങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് LDF ചിറ്റാറ്റുകര പഞ്ചായത്ത് കമ്മിറ്റി. കഴിഞ്ഞ UDF ഭരണസമിതിയുടെ കാലത്ത് ശിലയിട്ട ചിറ്റാറ്റുകര പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിന് വീണ്ടും ശിലാസ്ഥാപനം നടത്തിയതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം ചടങ്ങ് ബഹിഷ്കരിച്ചു. മുൻ ഭരണസമിതി കാലത്ത് 13.9 സെന്റിൽ 3 നില കെട്ടിടം പണിയാൻ 2.25 കോടി രൂപയുടെ പ്ലാനും എസ്റ്റിമേറ്റും തയ്യാറാക്കിയതായും ഗ്രൗണ്ട് ഫ്ലോർ നിർമ്മാണത്തിന് RGPS ഫണ്ട് 20 ലക്ഷം രൂപയും ഓൺ ഫണ്ട് 60 ലക്ഷവും വകയിരുത്തിയതായും മുൻ പ്രസിഡന്റുമാരായ AA നിഷാദ്, MP പോൾസൺ എന്നിവർ അറിയിച്ചു. കൂടാതെ ഭരണാനുമതിയും സാങ്കേതിക അനുമതിയും ലഭ്യമാക്കി ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി സോയിൽ ടെസ്റ്റ് നടത്തിയിരുന്നതായും അവർ കൂട്ടിച്ചേർത്തു. നിലവിലെ ഭരണസമിതി ഈ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാതെ നീട്ടിക്കൊണ്ടുപോയതായും തെരഞ്ഞെടുപ്പ് അടുത്തുവരുമ്പോൾ നടത്തിയ ശിലാസ്ഥാപനം പ്രഹസനമാണെന്നും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PM സുദർശനൻ, വടക്കേക്കര ബ്ലോക്ക് സെക്രട്ടറിമാരായ KM അമീർ, PC നീലാംബരൻ എന്നിവർ വിമർശിച്ചു. എന്നാൽ പഞ്ചായത്ത് ഓഫീസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട UDF നേതാക്കൾ നടത്തിയ പ്രസ്താവന പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണെന്ന് LDF ചിറ്റാറ്റുകര പഞ്ചായത്ത് കമ്മിറ്റി വ്യക്തമാക്കി. 2020 നടന്ന പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം പറവൂർ MLAയുടെ നേതൃത്വത്തിൽ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് മാത്രമായിരുന്നുവെന്ന് LDF കൺവീനർ TS രാജൻ ആരോപിച്ചു. UDF ഭരണകാലത്ത് വാങ്ങിയ ഭൂമി രേഖകളിൽ നിലമായി മാത്രമേ രേഖപ്പെടുത്തിയിരുന്നുള്ളൂ എന്നും അത്തരം ഭൂമി വാങ്ങണമെങ്കിൽ ഭൂമി തരം മാറ്റിയ ശേഷമാണ് വാങ്ങേണ്ടിയിരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ അതിനുള്ള നിയമ നടപടികൾ ആ ഭരണസമിതി എടുത്തിരുന്നില്ലെന്നും പ്ലാനും നിയമപ്രകാരമുള്ള അംഗീകാരമില്ലാതെയുമായിരുന്നു പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയതെന്നും രാജൻ വ്യക്തമാക്കി. 2020 തെരഞ്ഞെടുപ്പിന് ശേഷം LDF അധികാരത്തിൽ വന്നപ്പോൾ പദ്ധതി നിയമപരമായ തടസ്സങ്ങളിൽ പെട്ടിരിക്കുകയാണെന്ന് മനസ്സിലായെന്നും LDF ഭരണസമിതി പ്രസിഡന്റ് ശാന്തിനി ഗോപകുമാറിന്റെ നേതൃത്വത്തിൽ സങ്കീർണമായ എല്ലാ നിയമ നടപടികളും പൂർത്തിയാക്കി നിർമ്മാണാനുമതി നേടിയതായും അദ്ദേഹം അറിയിച്ചു. കേരള വ്യവസായ വകുപ്പ് മന്ത്രി P രാജീവാണ് ഒക്ടോബർ 21 പുതിയ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിന് ശിലാസ്ഥാപനം നടത്തിയത്. UDF ഭരണകാലത്ത് കെട്ടിടത്തിന് നിയമാനുസൃതമായ അനുമതികൾ ലഭിച്ചിരുന്നുവെങ്കിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ UDF അംഗങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റിയിൽ വിഷയമുയർത്താതിരുന്നത് എന്താണെന്നും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട ജനങ്ങളെ കബളിപ്പിക്കാനാണ് UDF ശ്രമിക്കുന്നതെന്നും രാജൻ പറഞ്ഞു. ജനങ്ങൾ സത്യാവസ്ഥ മനസ്സിലാക്കുന്നുണ്ടെന്നും പുകമറ സൃഷ്ടിക്കാനുള്ള UDFന്റെ നീക്കം പരാജയപ്പെടുമെന്നും LDF കൺവീനർ വ്യക്തമാക്കി. നിലം എന്ന് പറയുന്ന സംഗതിയിൽപ്പെട്ടിരിക്കുന്നത് 10% ഫണ്ടടച്ചാൽ നമുക്ക് മാറ്റിയെടുക്കാം. സർക്കാർ സ്ഥാപനമായതിന്റെ പേരിൽ ആ ഫണ്ട് നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കുന്നതിന് വേണ്ടിയാണ് സർക്കാരിലേക്ക് അയച്ചത്. ഏത് കാലഘട്ടത്തിലാണ് അയച്ചത്? അതിനുശേഷം ആ ഭരണസമിതി മാറി. അതിനുശേഷം വരുന്ന ഭരണസമിതി ആരായിരുന്നു? അവിടുത്തെ ഇപ്പോഴത്തെ ഭരണസമിതി. ആ ഭരണസമിതി എന്തുകൊണ്ട് ഇത്രയും വൈകിച്ചു? അതിനുശേഷം ഏത് സമയത്താണ് 20 സെന്റ് വരെയുള്ള സ്ഥലങ്ങൾ നമുക്ക് റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും പെട്ടെന്ന് മാറ്റി കിട്ടും, ഫണ്ടൊന്നും മുടക്കണ്ട. എന്നിട്ട് പോലും ഈ അവസാന സമയത്ത് ശിലാസ്ഥാപനം നടത്തിയത് ഏത് മാനദണ്ഡം? ഇനി പ്ലാന്റെ അപ്രൂവലിൽ വന്നിരിക്കുന്നതിന് അതിന്റെ സാങ്കേതികമായ എല്ലാ കാര്യങ്ങളും അന്നത്തെ AEയും ജില്ലാ പഞ്ചായത്തിന്റെ AXയും അംഗീകരിച്ചതല്ലേ? 12 ലക്ഷം രൂപ ഇപ്പോഴത്തെ ഭരണസമിതി മാറ്റി കൊടുത്തല്ല. അത് ഏതടിസ്ഥാനത്തിൽ? അപ്പോൾ അവിടെ ഫയലിംഗ് അടിച്ചിട്ടുണ്ടോ? ആ ഫയലിംഗ് അടിച്ചതിന്റെ പേരിലാണോ ഈ 12 ലക്ഷം രൂപ മാറി കൊടുക്കേണ്ടതായിട്ട് വന്നു? അപ്പോൾ ആ ശിലാസ്ഥാപന കർമ്മം നടത്തിയിട്ട് വീണ്ടും മന്ത്രിയെ കൊണ്ടുവന്നു അവഹേളിച്ചത് എന്തിനാണെന്നാണ് ചോദ്യം. രണ്ടാമതൊരു ശിലാസ്ഥാപന കർമ്മം നിർമ്മാണം വേണമെങ്കിൽ നിങ്ങൾക്ക് ആ പ്ലാനിൽ വ്യത്യാസപ്പെടുത്തിക്കൊണ്ട് നടത്തിയെന്ന് പറയാം. ശിലാസ്ഥാപന കർമ്മം നടത്തിയെന്ന് പറയുന്നത് എങ്ങനെ? മന്ത്രിയെ വിളിച്ചോളൂ. ന്യൂസ് ബ്യൂറോ, പറവൂർ. ഇവോൺ സ്റ്റെയിൻലെസ് സ്റ്റീൽ, നോട്ട് പറവൂർ. സ്റ്റെയിൻലെസ് സ്റ്റീൽ പൈപ്സ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ ജനൽ പൈപ്പുകൾ, SS പ്ലേറ്റ്, SS ഷീറ്റ്, SS ഹാൻഡ് റെയിൽ, ഫിറ്റിംഗ്സ് ആൻഡ് ഓൾ SS ഐറ്റംസ് മിതമായ നിരക്കിൽ ലഭിക്കുന്നു. SS ഷീറ്റുകൾ ഹോൾസെയിൽ വിലയിൽ ലഭ്യമാണ്.